ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാൻ വാഴക്കൂമ്പിനൊപ്പം ചെറിയ ചുവന്ന പരിപ്പാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വൻപയറും ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി കഴുകി വൃത്തിയാക്കി ചെറിയ പരിപ്പ് കുതിരാനായി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഈ സമയം നമുക്ക് വാഴക്കൂമ്പ് നന്നായി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം. ചില വാഴക്കൂമ്പ് അരിയുമ്പോൾ അതിൻ്റെ കറ മൂലം കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം വെള്ളത്തിൽ തൈര് കലക്കി വാർത്തെടുത്താൽ കയ്പ്പ് മാറി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ജാറിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്നുള്ളി, അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി, 1 വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇവ ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനിയും പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക. അതിനുശേഷം കടുക് പൊട്ടിച്ച് 1-2 വറ്റൽമുളക് ഇട്ട് അതിലേക്ക് മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് മുൻപ് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ചുവന്ന പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് അതിലേക്ക് മുൻപ് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് അല്പം വെള്ളം ചേർത്ത് മൂടി വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അവസാനം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ രുചി കൂടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.